ശ്രീ മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു പ്രത്യേക സ്വഭാവത്തെ പറ്റിയാണ്. അവരുടെ ഒരു സംശയമാണ്. 90% സ്ത്രീകൾക്കും ആ സംശയം ഉണ്ട്. അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിച്ച ഗുരുനാഥനെ കണ്ടാലും ഒരു കാര്യം സംസാരിച്ച് പിരിയാൻ നേരത്തെ അവർ ചോദിക്കും, സാർ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിൽ എന്ന് ചോദിക്കും. കുഴപ്പം. ഒരു SIയോട് സംസാരിക്കേണ്ടി വന്നാലും സംസാരിച്ച് പിരിയാൻ നേരത്ത് അദ്ദേഹത്തോടാലും ചോദിച്ചു, സാർ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു വക്കീലിന് സംസാരിക്കേണ്ടി വന്നാലും കോടതിയിൽ പോയി ഒരു ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടാലും അവർ ചോദിക്കും, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭർത്താവിനോടായാലും ആ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. മകനോടായാലും അത് ചോദിക്കും. അങ്ങനെയുള്ള കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന കാണുമ്പോൾ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് നിന്നൊരു കാര്യം ചോദിച്ച് സംസാരിച്ച് പിരിയാൻ നേരത്തെ ജ്യോത്സ്യൻ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. മാർഷൽ ആർട്സ് പഠിക്കുന്ന ആൾ സ്ത്രീയാണെങ്കിൽ അവരും ആ ട്രെയിനറോട് ചോദിക്കും, എന്താണ് ഇവരിങ്ങനെ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്ന്. ഇതിൽ ആരെങ്കിലും ഒരാളെങ്കിലും വിചാരിക്കും, ഈ സ്ത്രീ ഇത്ര വിഡ്ഢിയാണോ, എന്തൊരു കുഴപ്പമുണ്ടെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ആദ്യം അങ്ങനെ തോന്നാം. എങ്കിലും സ്ത്രീയെ സംബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ജന്മന അത് പരിഹരിക്കാനുള്ള ശക്തി ഉള്ളവരാണ്. പൊതുവെ നമ്മൾ പറയാനും മനക്കട്ടിയുള്ളവരാണ്. അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് ജന്മസിദ്ധമായ കഴിവുള്ളവരാണ്. പുരുഷനേക്കാൾ എത്രയോ ഇരട്ടി കഴിവുണ്ട്. അതാണ് അവരത് ചോദിക്കുന്നത്. പുരുഷൻ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നത് പോലെ അല്ല സ്ത്രീ ഇടപെടുന്നത്. ആദ്യം തന്നെ തുടക്കം തന്നെ അത് പൊട്ടിത്തെറിച്ചുകൊണ്ടല്ല, ഒരു ക്ഷമയുടെ ശൈലിയിലാണ് അവരത് കൈകാര്യം ചെയ്യുന്നത്. അതാണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അല്ലാതെ അവർ വിഡ്ഢികളായതുകൊണ്ടോ അവർ അതിൽ പിന്തിരിഞ്ഞു പോകും, ആ പ്രശ്നത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകാൻ വേണ്ടിയോ അല്ല അത് ചോദിക്കുന്നത്. അത് തീർച്ചയാണ്. അങ്ങനെയുള്ള പ്രത്യേകതരം കഴിവ് ഉണ്ടായിരിക്കുന്നത് പഠിച്ച് MA ആണ്, BA ആണ്, IAS കാര്യമാണ് എന്നതുകൊണ്ട് മാത്രമല്ല. അതൊക്കെ വരുന്നത് അവരുടെ ലാ ആൻഡ് ഓർഡർ കഴിവുകളാണ്. പഠിച്ചിട്ടില്ലാത്ത സ്ത്രീകളാണെങ്കിൽ പോലും അത് കൈകാര്യം ചെയ്യാനുള്ള ജന്മസിദ്ധമായ കഴിവ് അവർക്കുള്ളത് കൊണ്ടാണ് അവർ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നവർ ആവർത്തിച്ച് പറയുന്നത്. വസ്തു ഭാഗിച്ച് കിട്ടാൻ പോകുന്ന സമയത്തായാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സംശയം തോന്നുന്നു. അച്ഛനോടും അമ്മയോടും ഞാൻ ചോദിക്കാതെ അവർ എൻ്റെ ഭാഗം തരികയാണല്ലോ, അവിടെയും സംശയമുണ്ടാകാം. പ്രേമ വിവാഹം നടക്കാറായി, അത് പൂത്തുലഞ്ഞതാണ്, അപ്പോഴും ഡൗട്ട്. കല്യാണക്കത്ത് അടിച്ച് വിതരണം ചെയ്യുകയാണ്, ആ സമയത്തും വിചാരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഇത്തരത്തിലുള്ള സ്ത്രീ മനസ്സ് ശക്തമാണ്. സംശയമുണ്ടെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ജന്മവാസന ഉള്ളവരാണ് സ്ത്രീകൾ. പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കിട്ടുകയാണ്, അതിന് പോകാതിരിക്കാൻ കഴിയില്ല. സൂപ്പറുണ്ടായിട്ടോ അതിലും വലിയൊരു പോസ്റ്റിലേക്ക് ഒരാൾ പോവുകയാണ്. സ്ത്രീ ആണെങ്കിൽ അത് ചോദിക്കും. ട്രാൻസ്ഫറിലും പ്രൊമോഷനിലും നേട്ടമുള്ളതാണ്, എങ്കിലും സാമ്പത്തിക നേട്ടമുള്ളതാണ്, അതിൻ്റെ ക്രെഡിറ്റ് ഉള്ളതാണ്, സമൂഹത്തിൽ വിലയും നിലയുമുള്ളതാണ്, ഓഫീസിൽ ചീഫാണ് എങ്കിലും വിചാരിക്കും വല്ല കുഴപ്പമുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഞാൻ തോന്നുന്നു. ഇത്തരം സംശയമുള്ള സ്ത്രീകൾ താങ്ങും തണലുമാണ്. അവർ വിഡ്ഢികളാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, അവർ ബുദ്ധിശാലികളാണ്. ഇതാണ് സ്ത്രീകളെപ്പറ്റി എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഈ സംശയം പ്രകടിപ്പിക്കുന്ന, കുഴപ്പമുണ്ടോ ചോദിക്കുന്നത്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അമ്മയാകാം, സഹോദരിയാകാം, ഭാര്യയാകാം. പക്ഷെ അവർ മടയുകളായതുകൊണ്ടല്ല ചോദിക്കുന്നത്. ഒരു ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് ചെന്നൊരു ലോൺ പാസ്സാക്കാൻ എഴുതി കൊടുത്തതിന് ശേഷം ബാങ്ക് മാനേജറോടും ചോദിക്കും. അത് അദ്ദേഹം പറയാൻ ഇനി 10-ാം തീയതി വരും, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ചെന്ന് ബാങ്കിൽ നോക്കൂ എന്ന് പറഞ്ഞാലും അവർ ഈ സംശയം ചോദിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ട് സാറിന്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ജന്മവാസന സിദ്ധി അവർ സ്ത്രീക്കുണ്ട് എന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ അവരെ തഴയുകയില്ല. അവർക്ക് പുരുഷന്മാരെക്കാൾ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു കുഴപ്പമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നതാണ്. കേരളത്തിൽ ഈ കഴിവ് തെളിയിച്ചിട്ടുള്ള പല ഭരണ രംഗത്ത് വന്ന പല സ്ത്രീകളുമുണ്ട്. അതിൽ ഐക്കണായി കണക്കാക്കുന്ന സ്ത്രീ തീർച്ചയായും ഗൗരിയമ്മയാണ്. അതാണ് സ്ത്രീയുടെ ശക്തി തെളിയിക്കുന്ന കാര്യങ്ങൾ. ജന്മന അവർക്ക് ആ കഴിവുള്ളത് കൊണ്ടാണ് അവർ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അവർ വിഡ്ഢികളായതുകൊണ്ടോ ആ വിഷയത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയോ അല്ല. ഇത്
എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരിമാരിലൂടെ ആയാലും എൻ്റെ ടീച്ചേഴ്സിലൂടെ ആയാലും എൻ്റെ മക്കളിലൂടെ ആയാലും ഞാനിത് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. എൻ്റെ ക്ലാസ്മേറ്റായി എൻ്റെ കൂടെ പഠിച്ചവരായാലും എനിക്ക് അനുഭവത്തിലും കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അവരുടെ സൈക്കോളജി കുറേ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു.